സിമിലർ മീനിങ് ഉള്ള വാക്കുകൾക്ക് ഡിഫറെൻറ്റ് യൂസേജ് പാറ്റേൺസ് വരാം. ഈ രണ്ട് സെൻറ്റൻസസ് നോക്കൂ. ഐ സജസ്റ്റ് കം, ഐ പ്രപ്പോസ് ടു കം. ഇതിൽ ഐ സജസ്റ്റ് കം എന്നുള്ളത് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇതിൻ്റെ പുറകിൽ വലിയൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആർഗ്യുമെന്റ് സ്ട്രക്ചർ എന്നാണ് ഈ കോൺസെപ്റ്റിനെ വിളിക്കുന്നത്. ഒരു വെർബിൻ്റെ പിന്നാലെ എന്ത് തരം വാക്ക് അല്ലെങ്കിൽ വാക്കുകൾ വരണമെന്ന് തീരുമാനിക്കുന്ന കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ റൂളാണ് ആർഗ്യുമെന്റ് സ്ട്രക്ചർ. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഈറ്റ്. ഈറ്റിൻ്റെ കൂട്ടത്തിൽ വാട്ട്. ഈറ്റ് എന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ചോദ്യമാണ് എന്ത്. അത് കംപ്ലീറ്റ് ചെയ്താലേ ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഐ ഈറ്റ് ആൻ ആപ്പിൾ. ഇത് വന്നാലേ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഐ ഈറ്റ് ആപ്പിളിൽ ഈറ്റിൻ്റെ ആർഗ്യുമെൻ്റ് ആണ് ആപ്പിൾ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഗേവ് ഹിം എ ബുക്ക്. ഇതിനകത്ത് ഗേവ് എന്ന വെർബിന് രണ്ട് ആർഗ്യുമെന്റ്സ് വന്നാലേ അത് ആ സെന്റൻസ് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഐ ഗേവ് ഹിം ഇൻകംപ്ലീറ്റ് ആണ്. ഐ ഗേവ് ഹിം എ ബുക്ക് വന്നാലേ ആ സെന്റൻസ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഗേവിന് രണ്ട് ആർഗ്യുമെന്റ്സ് ആണ് ആ സെന്റൻസിലുള്ളത്, ഹിമ്മും ബുക്കും. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വെർബാണ് ഡിസൈഡ് ചെയ്യുന്നത് അതിന്റെ പിന്നാലെ എന്ത് വരണമെന്ന്. അപ്പോൾ ആ വെർബിന്റെ ആർഗ്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ആ വെർബ് തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇതാണ് ആർഗ്യുമെന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഐ സജസ്റ്റ് കമ്മും ഐ പ്രപ്പോസ് ടു കമ്മും നോക്കാം. സജസ്റ്റ് എന്ന വാക്കിന്റെ ആർഗ്യുമെന്റ് സ്ട്രക്ചർ 2+ വെർബ് അലൗ ചെയ്യുന്നില്ല. അതേസമയം പ്രപ്പോസ് എന്ന വാക്കിന്റെ കൂട്ടത്തിൽ 2+ വെർബ് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഐ പ്രപ്പോസ് ടു കം ശരിയാകുന്നതും ഐ സജസ്റ്റ് ടു കം തെറ്റാകുന്നതും. ഇതുപോലെ ഡെപ്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ.